നമസ്കാരം. ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് ഉണ്ടായ പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന് മുന്നേ തന്നെ അപ്സ കെ റെജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആദ്യമായിട്ടെന്നല്ല, ഇങ്ങനെ ഒരു വീഡിയോ ആദ്യം ചെയ്ത് വൈറലായത്. ഏതാണ്ട് 7 മില്യൺ ആൾക്കാരാണ് അത് കണ്ടത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ഷിംജിത മുസ്തഫയുടെ ഈ കേസ് അന്വേഷിക്കുന്നത് പോലെ തന്നെ ഈ അപ്സ കെ റെജിയുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടെ നടക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഇങ്ങനെ ഓരോ പെൺകുട്ടികളും എഴുന്നേറ്റിരുന്ന ഓരോ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത്, അതായത് ഷിംജിത മുസ്തഫയുടെ വീഡിയോ കണ്ടാൽ നമുക്കറിയാം അത് എഡിറ്റഡ്, അത് സ്ലോ മോഷനിൽ കാണിച്ചിരിക്കുകയാണ്. അതായത് നമ്മളൊരു സാധനം ഇങ്ങനെ എടുക്കുമ്പോൾ കൈ ഇങ്ങനെ വരും, ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും അല്ലേ, അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവളത് അത് തന്നെയല്ല, ഒരാൾ നമ്മളെ ശാരീരികമായിട്ട് ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ തൊടുകയോ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ്. നല്ല സന്തോഷത്തിൽ നിന്നാണ് ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മളെ, കണ്ടോന്ന്. എന്തൊക്കെയാണ് ഈ നടക്കുന്നത് ഈ നാട്ടിൽ? ഈ നാട്ടിൽ സത്യം പറഞ്ഞാൽ ആൺകുട്ടികളുള്ള മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ. അതിനെടുത്ത് എന്തുമാത്രം വീഡിയോസും എന്തുമാത്രം ട്രോളുകളും. എനിക്ക് മനസ്സിലാവാത്തത് ഇനി ഈ ഷിംജിത മുസ്തഫ അല്ലെങ്കിൽ ഈ അപ്സ കെ റെജി, ഇവർക്ക് നേരെ ചൊവ്വേ അവർക്കൊരു വീഡിയോ ചെയ്യാനോ അല്ലെ അവരുടെ പ്രൈവറ്റ് ആക്കിയ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ ഇനി ഇവരെ കൊണ്ട് സാധിക്കുമോ? നാട് കടന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്ത് നാട് കടന്നാലും അറസ്റ്റ് എപ്പോഴെങ്കിലും ഉണ്ടാവും. കാരണം അതിൻ്റെ പുറകിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ്. കാരണം ഒരു കാര്യം നോക്കിയിരിക്കുന്ന പോലെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ് അതിൻ്റെ പുറകെ പോകുന്നത്. പാവപ്പെട്ട പെൺകുട്ടികളാണ് ഇതിനകത്തൊക്കെ ഇനി പെട്ടുപോകാൻ പോകുന്നത്. അതായത് ഈ ബസ്സിലൊക്കെ ഇത് മുതലെടുക്കാൻ വേണ്ടി കുറച്ച് ആണുങ്ങളും കാണും. അതും നമ്മൾ പറന്നു പോകാൻ പാടില്ല. കാരണം ഇങ്ങനെയാണ് സംഭവമായതുകൊണ്ട് തന്നെ ഞാൻ നീ എന്ത് ചെയ്താലും ഒരു പ്രശ്നം. കാരണം ഇതുപോലെ ഞരമ്പന്മാർ എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അവന്മാർക്ക് ഇതൊരു വളവുമായി, ഈ പറഞ്ഞ ഇത് അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു പ്രശ്നവുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പം സത്യം പറഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾക്ക് അതൊരു വളമായി. ഇപ്പം ഞാൻ ചെയ്താലും ഇതാരും ഇപ്പം ഇനി വിശ്വസിക്കില്ല എന്നൊരു കാര്യം കൂടെ അതിനകത്തുണ്ട്. അതും ആരും വിസ്മരിക്കാൻ പാടില്ല. അവർക്കൊക്കെ ഒരു എനർജി കിട്ടിയ പോലെ. സത്യം പറഞ്ഞാൽ ആ മനുഷ്യന് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. ആ വീടിൻ്റെ ദുഃഖം തന്നെയാണത്, ഒരിക്കലും മാറാത്ത ദുഃഖം. അതിന് കാരണക്കാരി ഒരു പെൺകുട്ടിയായെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. ഇതുപോലെ തന്നെ ഇവരുടെ ഈ വീഡിയോ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ഈ അപ്സ കെ റെജിയുടെയും കൂടെ വീഡിയോ അന്വേഷിച്ചിട്ട് അതിൻ്റെയും കൂടെ കാര്യത്തിലൊരു തീരുമാനമാക്കണേ എന്നാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. ബൈ.